നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. അഭിഭാഷകരുടെയും ന്യായാധിപന്മാരുടെയും കൂറ് ഭരണഘടനയോടായിരിക്കണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഇവരുടെ പ്രതിബദ്ധത ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ കക്ഷികളോട് ആവരുത്. നാഗ്പൂർ ഹൈക്കോടതി ബാർ അസോസിയേഷൻ്റെ ശതാബ്ദി ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഓരോ വർഷവും സമർപ്പിക്കാറുണ്ട്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കണക്കുകളെല്ലാം സമർപ്പിച്ചിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ പകത്തെടുക്കുകയാണെന്ന BJP സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ അക്കൗണ്ട് മരവിപ്പിക്കുന്ന നടപടിയുണ്ടായിട്ടുള്ളത് എന്നും അവർ വ്യക്തമാക്കി. മുൻകൂട്ടി യാതൊരു നോട്ടീസും നൽകാതെയും വിശദീകരണം ആവശ്യപ്പെടാതെയും ഇൻകം ടാക്സ് അധികൃതർ അക്കൗണ്ട് മരവിപ്പിക്കുകയാണ് ചെയ്തതെന്നും അങ്ങേയറ്റം തെറ്റായ നടപടിയാണ് ഇക്കാര്യത്തിൽ ആദായ നികുതി വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളതെന്നും CPM അറിയിച്ചു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതിൽ പ്രതികരിച്ച് സീതാറാം യെച്ചൂരി. ആദായ നികുതി വകുപ്പ് നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയമാണുള്ളത്. നടപടി ദുരൂഹമാണെന്നും തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വേട്ടയാടുകയാണ് ഉദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കരുവന്നൂരിലെത്തിച്ച് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്താൻ BJPയുടെ നീക്കമെന്ന് റിപ്പോർട്ടുകൾ. 15-ന് മോദിയെ കരുവന്നൂരിന് സമീപമുള്ള ഇരിങ്ങാലക്കുടയിലേക്ക് എത്തിച്ച് പൊതുസമ്മേളനം സംഘടിപ്പിക്കാൻ BJP സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നതായാണ് സൂചന. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്തിമ അനുമതിക്കായി BJP കാത്തു നിൽക്കുന്നുവെന്ന് ലഭ്യമാകുന്ന വിവരം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കേരളത്തിൽ CPM-നെതിരെയും പ്രതിപക്ഷം പ്രതികരിക്കുന്നില്ലെന്ന തരത്തിൽ കോൺഗ്രസിനെതിരെയും പ്രചാരണമായുധമാക്കാനാണ് BJPയുടെ ലക്ഷ്യം. സാമ്പത്തിക ഞെരുക്കം മറികടക്കാൻ ബക്കറ്റ് പിരിവുമായി കോൺഗ്രസ് രംഗത്ത്. പാളയത്ത് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ബക്കറ്റ് പിരിവ് ഉദ്ഘാടനം ചെയ്തു. അക്കൗണ്ട് മരവിപ്പിച്ചതിനെ തുടർന്ന് സാമ്പത്തിക ഞെരുക്കം മറികടക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള പണം കണ്ടെത്താനുമാണ് KPCCയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ ബക്കറ്റ് പിരിവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത്. അധികാരം ഉപയോഗിച്ച് ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന ഏകാധിപതിയാണ് നരേന്ദ്രമോദിയെന്നും കേരളത്തിലുടനീളം ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പിരിവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമെന്നും ഹസൻ പറഞ്ഞു. കോഴിക്കോട് ICU പീഡനക്കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സിംഗ് ഓഫീസർ PB അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. DME ആണ് നിയമനം സംബന്ധിച്ച ഉത്തരവിറക്കിയത്. നിയമന ഉത്തരവ് ലഭിച്ചത് സന്തോഷമുണ്ടെന്നും സമരം അവസാനിപ്പിക്കുമെന്നും പറഞ്ഞ അനിത സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജിക്കെതിരെ നിയമ നടപടി തുടരുമെന്നും തിങ്കളാഴ്ച ജോലിയിൽ പ്രവേശിക്കുമെന്നും പറഞ്ഞു. മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയുടെ സ്ഥലം മാറ്റം റദ്ദാക്കി പുനർനിയമനം നൽകാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകി. നിലവിൽ നഴ്സിംഗ് ഓഫീസർ തസ്തികയിൽ നിയമനത്തിന് യോഗ്യതയുള്ള 18 പേരുണ്ടെന്നും ഇതിൽ കൂടുതൽ പേരും ദീർഘകാലമായി കോഴിക്കോടിന് പുറത്ത് ജോലി ചെയ്തു വരുന്നവരാണ്. അവർക്കാണ് മുൻഗണന നൽകേണ്ടതെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു. മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണോ പീഡനവീരനൊപ്പമാണോ എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതിജീവിതയ്ക്കൊപ്പം നിന്നതിൻ്റെ പേരിൽ സ്ഥലം മാറ്റിയ സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയ്ക്ക് പ്രതിപക്ഷ നേതാവ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കോടതി ഉത്തരവ് പാലിക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിക്കുണ്ടെന്നും നിയമവിരുദ്ധമായാണ് മന്ത്രി പെരുമാറുന്നതെന്നും എല്ലാ വൃത്തികേടുകൾക്കും കുടപിടിക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയെന്നും സതീശൻ ആരോപിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നിന്നുള്ള CBI സംഘം വയനാട്ടിലെത്തി പ്രാഥമിക അന്വേഷണം തുടങ്ങി. മൊഴിയെടുക്കാനായി സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ജയപ്രകാശിനോട് ചൊവ്വാഴ്ച വരാനാണ് CBI നിർദ്ദേശിച്ചിരിക്കുന്നത്. കൽപ്പറ്റ പോലീസ് വഴി ഇക്കാര്യം സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥിൻ്റെ മരണം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരുമായി CBI ഇന്ന് സംസാരിച്ചിരുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട CBIയുടെ ടീം വയനാട്ടിലുണ്ടാകുമെന്നാണ് സൂചന. പാനൂരിൽ ബോംബ് സ്ഫോടനം മൂലമുണ്ടായ സ്ഥലത്ത് കൂടുതൽ ബോംബുകൾ കണ്ടെത്തി. പ്രതിയുമായുള്ള തെളിവെടുപ്പിലാണ് സ്ഫോടനം നടന്ന വീടിനോട് ചേർന്ന പറമ്പിൽ ഒളിപ്പിച്ച നിലയിൽ 7 ബോംബുകൾ കണ്ടെത്തിയത്. പാനൂരിൽ നിർമ്മിച്ചത് സ്റ്റീൽ ബോംബുകളാണെന്നും തെളിവെടുപ്പിൽ വ്യക്തമായി.
കണ്ണൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്താൻ ADGP MR അജിത് കുമാർ പോലീസിന് നിർദ്ദേശം നൽകി. ബോംബ് നിർമ്മാണ കേസുകളിൽ ഉൾപ്പെട്ടവരെ നിരീക്ഷിക്കും. ബോംബ് നിർമ്മിക്കാൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളിൽ വ്യാപകമായി പരിശോധന നടത്തും. പാനൂരിലെ സ്ഫോടനവും മണ്ണന്തല സ്ഫോടനവും കണക്കിലെടുത്താണ് പരിശോധന നടത്തുന്നത്. ഡോക്ടർ ശശി തരൂരിൻ്റെ ആരോപണത്തിന് മറുപടിയുമായി BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. പണം നൽകി വോട്ട് നേടുന്നുവെന്ന UDF സ്ഥാനാർത്ഥി ശശി തരൂരിൻ്റെ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തരൂരിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് നടപടികൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കും. ഡോക്ടർ ശശി തരൂർ സാമുദായിക സംഘടനകളെ അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. KSRTCയെ രക്ഷപ്പെടുത്താൻ ഉറപ്പിച്ച് ഗതാഗത മന്ത്രി. പരിഷ്കാരങ്ങളടങ്ങിയ ഉത്തരവ് പുറത്തിറക്കി. ഗതാഗത വകുപ്പ് പുറത്തിറക്കി. ഡ്രൈവർമാർ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് തടയാൻ ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഡ്രൈവർമാർക്ക് ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നിർബന്ധമാക്കും. ബസ്സിൽ സീറ്റുണ്ടെങ്കിൽ യാത്രക്കാർ കൈ കാണിച്ചാൽ നിർത്തണമെന്നും രാത്രിയാണെങ്കിൽ 10 മണി മുതൽ പുലർച്ചെ 6 വരെയുള്ള സമയങ്ങളിൽ യാത്രക്കാർ പറയുന്നിടത്ത് ബസ് നിർത്തണമെന്നും നിർത്തുന്ന സ്ഥലം യാത്രക്കാർക്ക് കാണുന്ന രീതിയിൽ എഴുതി പ്രദർശിപ്പിക്കണമെന്നും ഉത്തരവിലുണ്ട്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.